ഒരുപാട് സമയമായല്ലോ. വേഗം ചെന്ന് ലഞ്ച് റെഡിയാക്കണം. അപ്പൂപ്പനും രുദ്രയും മെജീഷ്യൻസ് മീറ്റിങ്ങിന് പോയിരിക്കുക. അവർ ഏത് സമയത്തും തിരിച്ചെത്തും. ഞാൻ മാജിക്, ഞാൻ മായാജാലം. എന്നെ കണ്ട് പേടിക്കുക. ഞാനാണ് ഷകാൽ. ചില്ലി, ശരിക്കും പറഞ്ഞ നിന്റെ കൈകളിൽ മാജിക് ഉണ്ട്. വേഗം നീ അകത്തേക്ക് ചെന്ന് ടീയും ടിഫിനും റെഡിയാക്കി വെക്കുക. നിന്റെ പുതിയ കിങ്ങായ ഞാനിതാ വന്നിരിക്കുന്നു. പുതിയ കിങ്ങോ? അതും നീയോ? സൺ സിറ്റിയുടെ കിങ് അത് ജയ്സിംഗ് ചൗഹാൻ മാത്രമാണ്. ആണോ? നീ ജയ്സിംഗിന്റെ ഫാൻ ആണല്ലേ? ഇപ്പൊ ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തി കാണിച്ചു തരാം. നോക്കിക്കോ. അഖീറ, സഖീറ, 4 ഫീഡ് ക്രിയേറ്റർ. ഈ ഫോഴ്സ് ഫീൽഡ് നീ കാണുന്നുണ്ടല്ലോ. ഈ ഫോഴ്സ് ഫീൽഡ് എന്ന് വെച്ചാൽ ആന്റി ജയ്സിംഗ് ചൗഹാൻ, ആന്റി രുദ്രയാണ്. പിന്നെ ഷാക്കാൽ ഫ്രണ്ട്ലി സോണാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഷാക്കാലിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുക. അത് മാത്രമല്ല, വിരുന്നിനുള്ള ഏർപ്പാട് റെഡിയാക്കുക. വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ചേട്ടാ, ഇന്ന് വരെ ഞാൻ ജയ്സിംഗിന്റെ പാലസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടിട്ടേയുള്ളൂ. നിന്റെ സാഹസം കൊണ്ട് ഇന്ന് ഈ പാലസ് നമുക്ക് സ്വന്തമായിരിക്കുകയാണ്. എല്ലാവരും അവിടെ തന്നെ നിൽക്കൂ. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം മുത്തശ്ശ? ചേടാ, ഇത് പോലാത്ത പ്രശ്നമായല്ലോ. നമ്മുടെ പാലസിന് എന്താ പെട്ടെന്ന് പറ്റിയത്? മുത്തശ്ശ, ഹലോ എവരിബഡി. ജയ്സിംഗ്, ഷോക്കേറ്റു അല്ലേ? ഇപ്പൊ നിന്റെ ടോട്ടൽ പാലസും എന്റെ ഫോഴ്സ് ഫീൽഡിന്റെ കസ്റ്റഡിയിലാണുള്ളത്. നിങ്ങളും നാടും നഗരവും ചുറ്റിക്കാണാൻ പോയതല്ലേ? എനിക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് ഞാൻ മുതലാക്കി നിന്റെ കൊട്ടാരം ഞാൻ അപഹരിച്ചിരിക്കുകയാണ്. എന്റെ ഈ കളി തമാശ മതിയാക്കൂ ഷാക്കാൽ. ഇപ്പൊ ഇവിടുന്ന് പൊയ്ക്കോ. ഇത് പൊട്ടട്ടെ. മുത്തശ്ശ, Ibaiska, Zibaiska, Shield Breaker! നിന്റെ പാലസിനെ അവസാനമായിട്ട് ഒരു നിമിഷം കൂടി നോക്കിക്കോ ജയ്സിംഗ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ശരിക്കും പറഞ്ഞാൽ നിനക്ക് വളരെ വലിയൊരു മനസ്സാണുള്ളത്. കാര്യമായിട്ട് പറയാണ്. അതേന്നേ, ചിലപ്പോ നിങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എമ്മിയായ പലഹാരങ്ങൾ കൊടുത്തയച്ചേക്കാം. ദാഹത്തിന് കുടിക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് കാട്ടിൽ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും. ഷാക്കാൽ, നീ എത്ര സന്തോഷിക്കണമെങ്കിലും സന്തോഷിച്ചോ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. ഷാക്കാലിന്റെ മായാജാലം തകർക്കുവാനുള്ള വഴി അവനിൽ നിന്ന് തന്നെ കണ്ടെത്തണം. അവന് നീ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കെ. അവൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഓക്കെ മുത്തച്ഛ, ഇനി നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ സ്പൈ പട്ടാളം നിങ്ങൾക്കുള്ള എല്ലാ ഇൻഫർമേഷനും തരും.
ഷാക്കാൽ, ഇന്ന് ജയ്സിംഗ് ഇവിടുന്ന് പോയി കഴിഞ്ഞു. പക്ഷെ അവൻ വീണ്ടും പാലസിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സഹോദരി, ഞാൻ ഈ പാലസിന്റെ 4 വശത്തും അങ്ങനെ ഒരു ഷീൽഡ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്സരസിന് പോലും അത് തകർക്കാൻ കഴിയുകയില്ല. കാറ്റ് മാത്രം വന്ന് പോകാനായിട്ട് ഞാൻ പാലസിന്റെ ടോപ്പില് ഒരു ചെറിയ ദ്വാരം മാത്രം ഇട്ട് വെച്ചിട്ടുണ്ട്. ജയ്സിംഗ് അവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അകത്തേക്ക് വരാനുള്ള വഴി ഒരിക്കലും കണ്ടെത്താനാവില്ല. അതേന്നേ. ആഹാരം അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. എന്താ ഇൻഫർമേഷൻ? നീ എന്താ ഈ പറയുന്നത്? ആണോ? ഇത് ശരിക്കും വലിയ ന്യൂസ് തന്നെയാ. ഈ കാര്യം എനിക്ക് ഉടനെ തന്നെ മുത്തച്ഛനോട് പറഞ്ഞേ പറ്റൂ. പറയച്ചില്ലേ, എന്തെങ്കിലും മനസ്സിലായോ? മുത്തച്ഛ, ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായത്. ഷാക്കാൽ പാലസിന്റെ മുകളില് ഒരു ചെറിയ ഹോളിട്ട് വെച്ചിട്ടുണ്ട്. അതുവഴി സിറ്റി മുഴുവൻ കാറ്റ് വന്ന് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആ വഴി അകത്തേക്ക് വരാം. താങ്ക് യു ചില്ലേ. ജയ്സിംഗ് കുടുങ്ങിപ്പോയി. അവൻ എന്താ കരുതിയത്? ഇതൊന്നും എനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചോ? അവൻ എന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുമെന്ന് എനിക്ക് അറിയില്ലേ? അതൊന്ന് റിവൈൻഡ് ചെയ്യ. നീ എന്താ ഈ പറയുന്നത്? ആ പ്ലേറ്റിന്റെയും സ്പൂണിന്റെയും താളം കേൾക്കാൻ നല്ല രസമുണ്ട്. അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അങ്ങോട്ട് നോക്കൂ മുത്തശ്ശ. ചെല്ലി പറഞ്ഞതുപോലെ അവിടെ ഒരു എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു. രുദ്ര, നീ പാലസിൽ നിന്ന് ഒരല്പം അകന്നു നിൽക്കൂ. ഷാക്കാലിനെ ഒരിക്കലും വിശ്വസിക്കാനാവില്ല. ആദ്യം ഞാൻ പോയിട്ട് വരാം. എല്ലാം സേഫ് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ വന്നോളൂ. സൂക്ഷിക്കണം മുത്തശ്ശ. എന്താ എനിക്ക് പറ്റിയത്? ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കുട്ടികളെ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കൊള്ളൂ. മുത്തശ്ശൻ നിന്നോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞതല്ലേ? ജയ്സിംഗ് ചൗഹാൻ, നീ ശരിക്കും എന്റെ വലയിൽ കുടുങ്ങിപ്പോയി. ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ഈ പാലസിന്റെ മുകൾ വശത്ത് ജയ്സിംഗ് ചൗഹാന്റെ ഒരു സ്റ്റാച്യു വെക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. എന്റെ ആ സ്വപ്നം ഇന്ന് നടന്നു കിട്ടി. അകത്തേക്ക് വരാനുള്ള വഴി ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. വാ വാ, നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ നോക്കി നിൽക്കുന്നത്? നിങ്ങൾ എല്ലാവരും അകത്തോട്ട് വാ. സ്റ്റാച്യു ആയി മാറി ഈ പാലസിന്റെ ഭംഗിയൊന്ന് കൂട്ട്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാൻ തിരിച്ചു വരുവാടാ. മുത്തശ്ശനെ ഞാൻ ഇവിടുന്ന് റിലീസ് ചെയ്ത് കൊണ്ടുപോകും. അത് നമുക്ക് നോക്കാം. ഷക്കാൽ നമ്മുടെ പാലസ് അപകരിച്ചിരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല. നമ്മൾ ശരിക്കും ഒരു തിരിച്ചടി കൊടുക്കണം. നമുക്ക് അവന്റെ പാലസ് കൈക്കലാക്കാം. ഹലോ സർ, ഞങ്ങളാകെ വിശന്നിരിക്കുക. ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാൻ പറ്റോ പ്ലീസ്?
രുദ്ര, നീ എന്നെ നോക്കി പ്ലീസ് എന്ന് പറഞ്ഞു അല്ലേ? എന്നോട് ഇതുവരെ ആരും ഇത്തരം ഒരു വാക്ക് പറഞ്ഞിട്ടേ ഇല്ല. എല്ലാരും എന്നോട് ഓർഡർ ആണ് നൽകുന്നത്. ഏയ്, ആഹാരം എടുത്തു വെക്കേ, അതുണ്ടാക്കിത്താ, ഇതുണ്ടാക്കിത്താ. കരയണ്ട ഷെഫ് സർ, ലോകത്തിലെ ഏറ്റവും നല്ല ഷെഫ്സിന്റെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്. നീ എന്നെ ഷെഫ് സാർ എന്നാണോ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് വേൾഡ് ക്ലാസ് ഭക്ഷണം ഉണ്ടാക്കി തരാം. എന്നെ ഷെഫ് സാർ എന്ന് വിളിച്ചില്ലേ? ഇത്രയ്ക്കും മര്യാദയോ? ഇത്രയ്ക്കും ഒരു മര്യാദയും സ്നേഹം എനിക്ക് ആരും നൽകിയിട്ടില്ല. ശരി, ഓക്കെ, ആഹാരം ഇപ്പൊ കിട്ടും. സുഗ, നീ ഒരു കാര്യം കേട്ടോ? ഹലോ, സുഖാണോ? നിങ്ങൾ ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കി. ആ പ്രോബ്ലം ഞാനിപ്പോ സോൾവ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഞാനിപ്പോ നിങ്ങൾക്ക് എന്റെ പുതിയ വീട് കാണിക്കാൻ ആഗ്രഹിക്കുന്നു, ഷാക്കാലിന്റെ പാലസ്. എങ്ങനെയുണ്ട് എന്റെ പാലസോ? ഞാൻ അതിനെ കുറിച്ച് ഒട്ടും ആലോചിച്ചില്ലായിരുന്നു. ആ, നിങ്ങളുടെ പാലസ് ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. നീ ഇവിടെ സുഖമായിട്ടിരുന്നോ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരുന്നോളാം. മുത്തശ്ശനെ മാത്രം ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്താണിത്? നിനക്ക് ഇത്രയ്ക്കും ധൈര്യമോ? എന്റെ ശത്രുക്കൾക്ക് ആഹാരം കൊടുക്കുന്നുവോ? ഷാക്കാൽ, എന്നോട് ക്ഷമിക്ക്. ഇവരെന്നോട് കാണിച്ച സ്നേഹവും മര്യാദയും ഈ നിമിഷം വരെ നിങ്ങൾ ആരും ഒരിക്കലും എനിക്ക് തന്നിട്ടേയില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ അടിമയായി പോയിരിക്കുകയാണ്. അവരെ ഞാൻ ബഹുമാനിക്കുന്നു. സിംസും ട്രീ റൂട്ട്സിനോട് പറഞ്ഞ് ലൈബ്രറിയിൽ നിന്നും ബുക്സ് കൊണ്ടുവരാൻ പറ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എവിടേക്കും പോകാൻ പറ്റില്ല. ട്രീ റൂട്ട്സ്, ലൈബ്രറി ചെന്ന അലക സാറിന്റെ അടുത്ത് രുദ്രയ്ക്ക് ഒരു ബുക്ക് എടുത്തോണ്ട് വാ. Zibaiska, cost in 2 years old. അല്ല, എന്താണിതൊക്കെ? ഹലോ സർ. രുദ്ര, നീയോ? ഷക്കാൽ സൺസിറ്റി പാലസിനെ തന്റെ ഫോഴ്സ് ഫീൽഡ് കൊണ്ട് ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. എന്താ? എനിക്ക് ആ ഷീൽഡ് തകർക്കാനുള്ള ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. ഇതിപ്പോ തന്നെ തന്നേക്കാം രുദ്ര. താങ്ക് യു ട്രീ റൂട്ട്സ്. കിട്ടിപ്പോയി. തീ, ആകാശം, കാറ്റ്, അതിനൊന്നും തകർക്കാൻ പറ്റില്ല. ഭൂമിയുടെ ശക്തി, അതിന് മാത്രമേ തകർക്കാൻ കഴിയൂ. അല്ല, ഇതിപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. ഇതൊരു കടങ്ങത പോലെ ഉണ്ടല്ലോ. എനിക്കിതൊക്കെ കേട്ടിട്ട് തല കറങ്ങുന്നത് പോലെ ഉണ്ട്. അതിന്റെ അർത്ഥം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഇത് ആക്ഷൻ ടൈം ആണ്. പറയൂ രുദ്ര, എന്നെ വിളിച്ചായിരുന്നോ നിങ്ങള്? അതെ, ഞാൻ വിളിച്ചിരുന്നു. ഞാൻ ഈ പാലസ് തകർത്ത് പുതിയതായിട്ട് നിർമ്മിക്കാൻ പോവാണ്. നിങ്ങൾക്കതിൽ വിരോധമൊന്നുമില്ലല്ലോ? രുദ്ര, പാലസിൽ വന്ന് ആരെങ്കിലും ഇടിച്ചാലും ശരി, അടിച്ചാലും ശരി, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. Zibaiska Palace break out! ഇത്രയും പെട്ടെന്ന് എന്തിനാ നിങ്ങൾ രുദ്രയ്ക്ക് നമ്മുടെ പാലസ് വിട്ടുകൊടുത്തത്? അത് തിരിച്ചെടുക്കാൻ എന്തൊക്കെ ചെയ്യും? നിന്റെ പാലസ് ഭയങ്കര പഴയതായി പോയി. അതുകൊണ്ട് ഞാൻ അല്പം റെനോവേഷൻ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് ഒരുപാട് നെഗറ്റീവ് വൈബ്സ് വന്നുകൊണ്ടിരുന്നു. കുറെ കൊല്ലങ്ങളായില്ലേ നിങ്ങൾ അവിടെ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഇൻഫോം ചെയ്യാന്ന് വിചാരിച്ചത്. ആ പാലസ് മുഴുവനും തലകീഴായി മാറ്റിയിരിക്കുക. എന്തായാലും എന്റെ മുത്തശ്ശനെ വിട്ടേക്ക്, അദ്ദേഹം എന്റെ ഒപ്പം വരട്ടെ.
ഞാൻ മാജിക്, ഞാൻ മായാജാലം. എന്നെ കണ്ട് പേടിക്കാ. ഞാനാണ് ഷക്കാൽ. നിന്റെ അപ്പൂപ്പന് ഞാൻ ഒരിക്കലും വിടുന്ന പ്രശ്നമില്ല. നിനക്ക് ഒന്നും ചെയ്യാനാവില്ല ഷക്കാൽ. നീ സൺസെറ്റ് നിന്റെ ഫോഴ്സ് ഫീൽഡിന്റെ അകത്ത് ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ആ കവർ പൊട്ടിയാൽ നിന്റെ മാജിക് സൺസെറ്റിൽ നിന്നും പൊളിഞ്ഞു പോവും. വേണ്ട വേണ്ട, എന്റെ പാലസ് തകർക്കരുത്. എന്റെ സ്വപ്നങ്ങളുടെ കൊട്ടാരമാണത്. അത് നീ തകർക്കരുത് രുദ്ര. നീ എന്താണ് അവരെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കാത്തത്? സോറി ഷാക്കാൽ, ഇവര് വളരെ നല്ലവരാണ്. ഒരു അല്പം മാറ്റി പറിച്ചോട്ടെ. അവര് പുതിയതായിട്ട് ഉണ്ടാക്കുമ്പോ അത് അടിപൊളിയായിരിക്കും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞ ഞാൻ എന്തിനാ കേൾക്കുന്നത്? ഇത്രയും വർഷങ്ങൾ നിങ്ങൾ എന്നെ ഒരു പ്രാവശ്യം പോലും സാറെന്ന് വിളിച്ചിട്ടേ ഇല്ല. ഇത്രയ്ക്ക് മര്യാദയും തന്നിട്ടില്ല. വേണ്ട, എന്റെ പവർ എല്ലാം കൈവിട്ട് പോവുകയാണ്. ഞാൻ എന്റെ പാലസിനെ രക്ഷിക്കാൻ പോവുകയാണ്. ഷാക്കാൽ, ഒന്ന് നിക്ക. രുദ്ര അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ അവനെ വെറുതെ വിടില്ല. അത് എന്റെ പാലസാണ്. കിട്ടിപ്പോയി. രുദ്ര, പാലസിന്റെ പുറത്ത് ചെടികളുടെ ഇടയിൽ ഒരു വഴിയുണ്ട്. വരുൺ, അകത്തേക്ക് പോകാനുള്ള വഴി എനിക്ക് കിട്ടി കഴിഞ്ഞു. ഞാൻ എന്റെ ഇമേജിനെ ഇവിടെ വിട്ടിട്ട് മുത്തശ്ശനെ രക്ഷിക്കാൻ പോവുകയാണ്. എന്റെ അതിമനോഹരമായ ഈ പാലസിനെ നീ നശിപ്പിച്ചു അല്ലേ? ഇപ്പോൾ ഞാൻ നിന്നോട് പകരം വിട്ടാതെ ഇവിടെ നിന്നും തിരിച്ചയക്കില്ല. സകീറ, സകീറ, ബസൂക്ക. ഷക്കാൽ, ഞാൻ ഇവിടെയുണ്ട്. അടിക്ക്, എന്നെ അടിക്ക്. പറ്റുമെങ്കിൽ എന്നെ വന്ന് പിടിക്കണ ഷക്കാൽ. രുദ്ര ഭയങ്കര സ്പീഡാണ്. നീ വിഷമിക്കേണ്ട ജെന്നി. ഇന്നവൻ എത്ര സ്പീഡായി പ്രവർത്തിച്ചാലും ഇന്നവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷാക്കാൽ ഇന്ന് ഭയങ്കര ബാഡ് മൂഡിലാണ്. ഹലോ എവരിബഡി. വാവ്, ഷക്കാൽ നല്ലോണം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യ്. അതിനിടയ്ക്ക് ഞാൻ എന്റെ ജോലി തീർത്തേക്കാം. അവൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്താ പറ്റിയത്? ഷാക്കാൽ, നീ പാരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. അവൻ രുദ്രയല്ല, അവൻ രുദ്രയുടെ ഇമേജ് ആണ്. രുദ്ര നമ്മുടെ പാലസിനകത്ത് കയറിയിരിക്കുകയാണ്. നിന്നെ ഞങ്ങളെ പറ്റിച്ചല്ലോ, പറ്റിച്ചു. അഗ്നി, ആകാശം, കാറ്റ്, അതിലൊന്നും തകർക്കാൻ പറ്റിയില്ലെങ്കിൽ ഭൂമിയുടെ ശക്തി കൊണ്ട് അത് ചെയ്യാനാകും. ആ ശക്തിക്ക് ഇതിനെ തകർക്കാനാകും.
എന്റെ പാലസ്, എന്റെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാലസ്. രുദ്ര, അവന്റെ പേര് ഇനി പറയരുത്. സോഗ, സൽക്ക, എല്ലാവരും ചെന്ന് ജോലി തുടങ്ങുക. എത്രയും പെട്ടെന്ന് എന്റെ പാലസ് ശരിയാക്ക്. മോനെ രുദ്ര, താങ്ക് യു. നീ നമ്മുടെ പാലസിന് മാത്രമല്ല എന്നെയും രക്ഷിച്ചിരിക്കുകയാണ്. സബാഷ്.